പ്രിയപ്പെട്ട കുട്ടികളെ, വെൽക്കം ഓൾ. നമ്മൾ ഓപ്റ്റിക്സിൽ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഇൻട്രോഡക്ടറി പാർട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ് 1 by 1 ലേക്ക് നമുക്ക് കടക്കാൻ പോവാണ്. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ഏതാണെന്ന് പറയുക നിങ്ങൾക്ക്? റിഫ്ലക്ഷൻ മാത്രമാണ് പർപ്പസ്. ഏതാണത്? റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ്. കമാൺ, ഏതാണ്? യെസ്, മിറേഴ്സ്. മിറേഴ്സ് ആർ എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് ഫോർ റിഫ്ലക്ഷൻ. അവരുടെ പണി റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ള പണി മാത്രം, വേറെ പണിയൊന്നുമില്ല. ഓൺലി റിഫ്ലക്ഷൻ. മിറേഴ്സ് ആരാ മിറർ? എനി ഹൈലി പോളിഷ്ഡ് സ്മൂത്ത് സർഫസ് ക്യാൻ ബി ആക്ട് ആസ് എ മിറർ. എനി ഹൈലി പോളിഷ്ഡ് സ്മൂത്ത് സർഫസ് ക്യാൻ ബി ആക്ട് ആസ് എ മിറർ. നമ്മൾ കാണുന്ന 99.9% മിറേഴ്സ് എന്തുകൊണ്ടാണ്? ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. കാരണം എന്താ? മാർക്കറ്റിൽ ചീപ്പായിട്ടും ബെസ്റ്റായിട്ടും കിട്ടാവുന്ന ഹൈലി പോളിഷ്ഡ് സ്മൂത്ത് സർഫസ് ആരാ? ഗ്ലാസ് ആണ്. അതുകൊണ്ടാണ്. പക്ഷെ നോക്കൂ, ഒരു നല്ല ടീസ്പൂണിൻ്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ കാണാറില്ലേ? നല്ല സ്മൂത്ത് ആയിട്ടുള്ളതാണെങ്കിൽ. ഈവൻ സ്മൂത്ത് മാർബിൾ സർഫസിൽ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മളെ കാണാറില്ലേ? അപ്പോൾ എനി ഹൈലി പോളിഷ്ഡ് സ്മൂത്ത് സർഫസ് ക്യാൻ ബി ആക്ട് ആസ് എ മിറർ. ഓക്കെ, നിങ്ങൾ ഒരുപാട് കണ്ട് പരിചയിച്ച ഒരു ഡയഗ്രാണത്. നോക്കി, ഇതിൽ എം ഡാഷ് ഒരു മിററാണത്, പ്ലെയിൻ മിറർ. ദിസ് ഈസ് എം ഡാഷ് ഈസ് എ പ്ലെയിൻ മിറർ. സാധാരണ ഒരു മിററിന് നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യില്ല കേട്ടോ. അപ്പം ഞാനിവിടെ ഇങ്ങനെ കൊടുത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇതാണ് നമ്മൾ മിറർ വരയ്ക്കുന്നതിൻ്റെ രീതി. ഈ ഭാഗം റിഫ്ലക്റ്റിംഗ് സർഫസ്, ഇതിൽ കൂടെ നോക്കേണ്ടത്, ഇതിൽ കൂടെ അല്ല. ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ഈ ഭാഗമാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ഇതതിൻ്റെ ബാക്ക് സൈഡാണ്. ഈ ഭാഗത്തിന് നമ്മൾ പറയില്ല സിൽവേർഡ് സൈഡ് എന്നാ. സിൽവേർഡ് കാരണം നമ്മൾ സിൽവർ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് റിഫ്ലക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് ബാക്കിലേക്ക് വരുന്നുണ്ട്, നമുക്ക് അതിലേക്കൊക്കെ പോവാം. അപ്പോൾ ഈ ഭാഗത്തു കൂടെയാണ് നോക്കൽ. ഇത് സിൽവേർഡ് സൈഡ് എന്നാണ് പറയട്ടോ. കാരണം ഗ്ലാസ്സിൽ നേരെ നോക്കിയാൽ ട്രാൻസ്പാരൻ്റ് അപ്പുറത്ത് കൂടെ പോകില്ലേ ലൈറ്റ്. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണ്? അതിൻ്റെ ബാക്കിൽ നമ്മൾ സിൽവർ ചെയ്യും. അതാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, ഇതാരാണ്? ദിസ് ഈസ് കോൾഡ് ഇൻസിഡൻറ്റ് റേ. പതന രശ്മി എന്ന് നിങ്ങൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടാവും. ഇൻസിഡൻറ്റ് രശ്മി, പതന രശ്മി. ഇനി ഇൻസിഡൻറ്റ് ആണ് കേട്ടോ. മലയാളം മീഡിയത്തിൽ പഠിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ ടേം പറയുന്നത്. ഇനി നമ്മളത് യൂസ് ചെയ്യില്ല, നമ്മൾ ഫുള്ള് ഇൻസിഡൻറ്റ് റേ വെച്ചിട്ടായിരിക്കും പറയാം. അതേപോലെ റിഫ്ലക്റ്റഡ് റേ എന്താണ്? പ്രതിഫലന രശ്മി എന്ന് തോന്നുന്നു അല്ലേ? റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, ദിസ് ഈസ് നോർമൽ മീൻസ് പെർപെൻഡിക്കുലർ ആണ് ഉദ്ദേശിച്ചത്. അതായത് മിററിലേക്ക് നമ്മൾ വരച്ച പെർപെൻഡിക്കുലർ. ഇതിനെ പലപ്പോഴും നമ്മൾ പറയല് നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്നാണ്. നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. എവിടെയെങ്കിലും വരച്ച നോർമൽ ഇല്ല. എവിടെയാണോ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്തത് ആ പോയിന്റിൽ വരച്ച നോർമൽ. കണ്ടോ? അതാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസിലെ നോർമൽ. ഇനി പതന കോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്, ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ഈ ആംഗിളിനാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ റിഫ്ലക്റ്റഡ് റേ വിത്ത് ദ നോർമൽ. നോർമലുമായിട്ടാണ് എപ്പോഴും ആംഗിൾ എടുക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നോർമലായിട്ടാണ് ആംഗിൾ എടുക്കുക. മനസ്സിലായല്ലോ? നോർമലായിട്ടാണ് നമ്മൾ ആംഗിൾ എടുക്കുന്നത് എന്നുള്ള പോയിന്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻസിഡൻറ്റ് റേ നോർമലായിട്ടുള്ള ആംഗിൾ, റിഫ്ലക്റ്റഡ് റേ നോർമലായിട്ടുള്ള ആംഗിൾ. പെർഫെക്റ്റ് അല്ലേ? ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. നമുക്ക് ലോസ് ഓഫ് റിഫ്ലക്ഷനിലേക്കാണ് പോകുന്നത്. ലോസ് ഓഫ് റിഫ്ലക്ഷന് നിങ്ങൾ പഠിച്ചതാണ്. പറയൂ, ഒരു ലോ എന്താ? എന്താണ് ലോ? യെസ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നാണ് ഒന്നാമത്തത്. I is equal to R. നോക്കൂ, ഇവിടെ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇൻസിഡൻറ്റ് റേ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. റിഫ്ലക്റ്റഡ് റേ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആദ്യത്തെ പോയിന്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ്, ഈ രണ്ട് ആംഗിളും എപ്പോഴും ഈക്വൽ ആയിരിക്കണം. ദെൻ ഓൺലി യു ക്യാൻ കോൾ ഇറ്റ് ആസ് എ റിഫ്ലക്ഷൻ. Otherwise not.
ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കണം, നിർബന്ധം. ഇത് നമ്മൾ പിന്നെ ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ എന്നൊന്നും പറയുന്ന നമ്പറിന് ഇവിടെ പ്രസക്തി ഇല്ല. മനസ്സിലായില്ലേ? ലോൻ്റെ നമ്പറിന് ഇവിടെ പ്രസക്തി ഇല്ല. ഇത് പിന്നെ നിങ്ങൾക്ക് നമ്പർ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ന്യൂട്ടൻ്റെ തേർഡ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞത് തേർഡ് ലോ തന്നെ, അതിന് നമുക്ക് സെക്കൻഡ് ലോ ആയിട്ട് പറയാൻ പറ്റില്ല. ഇവിടെ അങ്ങനൊന്നുമില്ല. ഓക്കെ, നോക്കൂ. സെക്കൻഡ് പോയിന്റ്, അടുത്തത് ഇൻസിഡൻറ്റ് എന്ന് വെച്ചാൽ ചില സ്ഥലത്ത് നിങ്ങൾ ഫസ്റ്റ് ആയിട്ടും സെക്കൻഡ് ആയിട്ടും ചിലപ്പോൾ കണ്ടേക്കാം, ഡസൻ മാറ്റർ. ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഓൾ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. അല്ലേ, പഠിച്ചില്ലേ അത്? ഓൾ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. ഈ രണ്ട് ലോസും നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഓൾ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. നോക്കൂ, എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു നോക്കുന്നത്? ഒന്ന് ഡയഗ്രത്തിലേക്ക് നോക്ക്. ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഓൾ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. അല്ലേ, ഇതൊക്കെ മിററിലേക്ക് ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ഇതൊക്കെ ഒരൊറ്റ പ്ലെയിനിലാണ്. ഏതാണ് ആ പ്ലെയിൻ ഇവിടെ? പറയൂ, ഏതാണ് ആ പ്ലെയിന്? ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഓൾ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ എന്നല്ലേ? അതാണല്ലോ. അല്ല, ഇത് ബൈഹാർട്ടാക്കാനുള്ള, വെറുതെ ബൈഹാർട്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. എന്താണെന്ന് മനസ്സിലാവണം. നിങ്ങൾ 8th ലോ 9th ലോ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. ഏതാണ് ആ പ്ലെയിന്? കമോൺ. മിററോ? ഓക്കെ, മിററാണോ ആ പ്ലെയിൻ? അല്ല. പലരും പറയലും മിററാണ് പ്ലെയിൻ. പലരും തന്നെ, പല കുട്ടികളും തെറ്റിദ്ധരിച്ച് വെക്കുന്നത് മിററാണ്. എന്നോട് മുൻ വർഷങ്ങളിലൊക്കെ ഞാൻ ഈ ചോദ്യം ചോദിക്കലുണ്ട്. മെജോറിറ്റി ആളുകൾ മിറർ എന്നുള്ള ആൻസറാണ് അതിന് പറയാറുള്ളത്. മിററാണെങ്കിൽ എന്തിനാ അങ്ങനെ ഒരു ലോ? ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഓൾ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ എന്ന് പറഞ്ഞതെല്ലാം കൂടി മിററിലാണെന്ന് പറയാനാണോ? അത് മിററിനൊക്കെ തന്നെയാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നുള്ളത്, വളരെ വ്യക്തമല്ല. അതിനല്ലത് ഈ പറയുന്നത്. നോക്കൂ, ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഓൾ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദാറ്റ് പ്ലെയിൻ, എ പ്ലെയിൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ മിറർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? എന്തിനാണ് ഈ ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗത മനസ്സിലാവും. ഈ ലോ കൊണ്ട് എന്താണ് ഉപകാരം, എന്താവശ്യത്തിനാണിത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇത് മറക്കും എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ ഈ പ്ലെയിനെ, ഞാൻ പറഞ്ഞ പ്ലെയിൻ ഏതാ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞ പ്ലെയിന് ദ പ്ലെയിൻ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ മിറർ. ഇതാണ് ആ പ്ലെയിൻ. അതാ. അപ്പോൾ ഇത് ഫുള്ള് മിറർ ഇങ്ങനെയാണെങ്കിൽ, അതിൻ്റെ 3 ഡയമെൻഷണൽ ഡയഗ്രം കാണിച്ചാൽ മിറർ, ഇത് ഫുള്ള് മിറർ ആണെങ്കിൽ ആ മിററിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു പ്ലെയിനായി വരച്ച് ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ഓൾ ലൈ ഇൻ ദാറ്റ് പ്ലെയിൻ, ഇൻ ദാറ്റ് ആ ഒരു പ്ലെയിനിലായിരിക്കും ഇതൊക്കെ ഉണ്ടാവുക. എന്തിനത്? എന്തതിൻ്റെ ഉപകാരം? എന്നെ ശ്രദ്ധിക്കും കൊടുക്കും. ഇപ്പോൾ ഇൻസിഡൻറ്റ് റേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇൻസിഡൻറ്റ് റേ അവിടെ നിന്ന് ഇങ്ങോട്ട്, ഇൻസിഡൻറ്റ് റേ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻസിഡൻറ്റ് റേ വരുന്നുണ്ടെങ്കിൽ ഫൈൻഡ് റിഫ്ലക്റ്റഡ് റേ എന്ന് ചോദിച്ചാൽ പിന്നെ അവിടെയും ഇവിടെ നിന്ന് പോയി തിരഞ്ഞിക്കണ്ട. അതേ പ്ലെയിനിൽ ഇവിടെ തിരഞ്ഞാൽ മതി. കണ്ടോ? ഇപ്പോൾ റിഫ്ലക്റ്റഡ് റേ ഇവിടുന്ന് അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ഫൈൻഡ് ഇൻസിഡൻറ്റ് റേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ഇവിടെ നിന്ന് തരണ്ട. അതേ പ്ലെയിനിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾ തിരഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. എന്തിനാണ് ഈ റൂൾ എന്ന് മനസ്സിലായോ? കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2 ലോകളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് നിയമങ്ങളുണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഓൾ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. റെഡിയല്ലേ? ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് സ്ഫെരിക്കൽ മിറേഴ്സ്. സ്ഫെരിക്കൽ മിറേഴ്സ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത മിറർ പ്ലെയിൻ മിററാണ്. ഇത് സ്ഫെരിക്കലാണ്. സ്ഫെരിക്കൽ മിറേഴ്സ് ആർ മെയ്ഡ് ഫ്രം എ സ്ഫിയർ. അതൊരു സ്ഫിയറിൻ്റെ ഭാഗമായിരിക്കും. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള 2 സ്ഫെരിക്കൽ മിറേഴ്സാണ് ഇത്. കോൺകേവ് മിററും ആൻഡ് കോൺവെക്സ് മിററും. കോൺവെക്സ് ആൻഡ് കോൺകേവ് മിറേഴ്സ്. കോൺവെക്സ് ആൻഡ് കോൺകേവ് മിറേഴ്സ്. നോക്കൂ, ഇവിടെ ഞാൻ വരച്ചിട്ടുള്ളത് ഏത് മിററാണ്? കോൺകേവ് മിറർ. റിഫ്ലക്റ്റിംഗ് സർഫസ് ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നതിനാണ് നമ്മൾ കോൺകേവ് എന്ന് വിളിക്കുക. കോൺകേവ് ലൈക്ക് ദിസ്. ഇതാ ഇങ്ങനെ. ഈ ഭാഗമാണ് റിഫ്ലക്റ്റിംഗ് സൈഡ്. അപ്പോൾ റിഫ്ലക്റ്റിംഗ് സൈഡ് ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഇത് അങ്ങനെയല്ല ഉണ്ടാവുക, ഇത് ഇങ്ങനെ ഉണ്ടാവുക. നമ്മൾ ലാബിലൊക്കെ കാണുന്ന സമയത്ത് ഇതിങ്ങനെ കറവായിട്ട് ഇങ്ങനെയാണോ? അത് അതിൻ്റെ ഫ്രണ്ട് എൻഡ് നോക്കിയാൽ സർക്കുലറാണ്. സർക്കുലാറിൻ്റെ ഉൾഭാഗം ഇങ്ങോട്ട് കുഴിഞ്ഞിരിക്കുക. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് പ്ലേറ്റൊക്കെ പോലെ കുറച്ച്, അപ്പോൾ എഡ്ജ് നമുക്കിങ്ങനെ സർക്കുലർ ആയിട്ട് തന്നെയാണ് കിട്ടുക, പക്ഷെ ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിഞ്ഞിരിക്കുകയാണ്.
അതാണ് കോൺകേവ് മിറർ. കോൺകേവ് സിൽവേർഡ് സർഫസ്, ഇവിടെ റിഫ്ലക്റ്റിംഗ് സർഫസ്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ എ മുതൽ ബി വരെ എന്ന് വെച്ചാൽ അതൊരു, ഞാൻ പറഞ്ഞല്ലോ അവിടെ ഒരു സർക്കിൾ കിട്ടുന്നു, ആ സർക്കിളിൽ ഒരു ഡയമീറ്റർ ഉണ്ട്. ദാറ്റ് ഡയമീറ്റർ ഈസ് കോൾഡ് അപ്പേർച്ചർ. അപ്പേർച്ചർ എന്നാണ് വിളിക്കുക. അപ്പേർച്ചർ, ദാറ്റ് ഈസ് കോൾഡ് അപ്പേർച്ചർ. പോളോക്കാരെന്ന് ഞാൻ പറയാം. അതിൻ്റെ മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ ഇവിടെ അറിയാനുണ്ട്. ഇത് കോൺകേവ് മിറർ. കോൺവെക്സ് ആണെങ്കിലോ, കോൺവെക്സ് ആണെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫസ് പുറത്തേക്ക് ഉന്തി നിൽക്കുക അല്ലോ. ഇത് സിൽവേർഡ് സർഫസ്, ഇത് റിഫ്ലക്റ്റിംഗ് സർഫസ്. അത് നമുക്ക് പുറത്തേക്ക് ഉന്തി നിൽക്കുന്നതിനാണ് നമ്മൾ കോൺവെക്സ് മിറർ എന്ന് വിളിക്കുന്നത്. കോൺവെക്സ് മിറർ. ഞാൻ പറഞ്ഞു ഇത് രണ്ടും എന്താണ്, ഒരു സ്ഫിയറിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞില്ലേ. ആ സ്ഫിയറിനെ നമുക്ക് കൂടുതൽ അടുത്തറിയേണ്ടതുണ്ട്. നോക്കൂ, ഞാൻ ഇവിടുന്ന് ഇതിനെങ്ങനെ വരച്ചിട്ട് നോക്കൂ, ഇങ്ങനെ സ്ഫിയർ ആക്കിയതാണ്. ആ സ്ഫിയർ, അത് സ്ഫിയർ അവിടെ ഇപ്പോൾ ഇല്ല. സ്ഫിയർ അതിൽ നിന്ന് റിമൂവ് ചെയ്തതാണ്. അത് മനസ്സിലാൻ വേണ്ടിയിട്ട് ആ സ്ഫിയർ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ആ സ്ഫിയറിന് ഒരു സെൻറ്റർ കിട്ടൂലേ. സർക്കിൾ അല്ല കേട്ടോ, സ്ഫിയറാണ്. അതിനൊരു സെൻറ്റർ ഇല്ലേ. ദാറ്റ് സെൻറ്റർ ഈസ് കോൾഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇറ്റ് ഈസ് കോൾഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ. ആ സ്ഫിയറിന് ഒരു റേഡിയസ് ഇല്ലേ. ഏതും AC-യോ AB-യോ PC-യോ അതൊക്കെ റേഡിയസാണ്. ഇറ്റ് ഈസ് കോൾഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇറ്റ് ഈസ് കോൾഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഈ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഉണ്ടോ, റേഡിയസ് ഓഫ് കർവേച്ചർ എന്നാണ് അതിന് വിളിക്കുന്നത്. എ സ്ട്രൈറ്റ് ലൈൻ പാസിംഗ് ത്രൂ, അതിൻ്റെ മുമ്പ് ദ പോൾ ഓഫ് ദ മിറർ. പോൾ ഓഫ് ദ മിറർ ഈസ് ദ ജോമെട്രിക്കൽ സെൻറ്റർ ഓഫ് ദ മിറർ. ആ മിററിൻ്റെ എക്സാക്ട് സെൻറ്ററിനെയാണ് നമ്മൾ പോൾ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ ജോമെട്രിക്കൽ സെൻറ്റർ ഓഫ് ദ മിറർ ഈസ് കോൾഡ് പോൾ ഓഫ് ദ മിറർ. ഇറ്റ് ഈസ് കോൾഡ് പോൾ, ദ ജോമെട്രിക് സെൻറ്റർ ഓഫ് ദ മിറർ. Any straight line passing through pole and the center of curvature is called the principal axis. Any straight line passing through pole and the center of curvature is called the principal axis. അതിനാണ് principal axis എന്ന് വിളിക്കുന്നത്. A principal axis is a straight line passing through pole and the center of curvature. That is principal axis. ഇനി ഇവിടെ ഫോക്കസ് പറഞ്ഞിട്ടുണ്ട്. ഫോക്കസ് നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ താഴെ സംസാരിക്കാണ്ട്. ഞാനപ്പോൾ ഫോക്കസിനെ കുറിച്ച് പറയാം. അപ്പോൾ പോൾ എന്താണ്, ജോമെട്രി എന്ന് വെച്ചാൽ ആ ഒരു സ്ട്രക്ചറിൻ്റെ എക്സാക്റ്റ് മിഡ് പോയിന്റ്, ജോമെട്രിക് സെൻറ്റർ ഓഫ് ദ മിറർ, അതാണ് പോള്. സെൻറ്റർ ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ, ദെൻ അപ്പേർച്ചർ മനസ്സിലായല്ലോ. അതിൻ്റെ ഡയമീറ്ററിനാണ് നമ്മൾ അപ്പേർച്ചർ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് അപ്പേർച്ചർ. നൗ പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണ്? പ്രിൻസിപ്പൽ ഫോക്കസ് നിങ്ങളെല്ലാവരും പഠിച്ച കാര്യമാണ്. പ്രിൻസിപ്പൽ ഫോക്കസ് നമുക്ക് നോക്കാം. ഞാനൊരു കോൺകേവ് മിറർ റഫ്ലി വരക്കാൻ പോവാം. നിങ്ങളൊക്കെ സ്കെയിൽ ഉപയോഗിക്കാതെ ഒന്നും ചെയ്യരുതേ. ഇതിൽ ഡ്രോയിങ് കംപ്ലീറ്റ് സ്കെയിൽ വെച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. നമുക്ക് ഇതൊരു കോൺകേവ് മിറർ വരച്ചു ഞാൻ. അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസ് മാർക്ക് ചെയ്തു. കോൺകേവ് മിറർ, പ്രിൻസിപ്പൽ ആക്സിസ് നന്നായിട്ട് ശ്രദ്ധിക്കാം. നോക്കൂ, ഇനി ഒരു പാരലൽ ലൈറ്റ് റേ. പാരലൽ നിങ്ങൾ 10th അല്ലെങ്കിൽ ഹൈസ്കൂളിൽ പഠിച്ച സമയത്ത് പാരലൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഞാൻ ഒരു സാധനത്തിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കണം. ആദ്യം പാരലൽ കാണിക്കാം. പാരലൽ ലൈറ്റ് റേ ഇതിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്താൽ അത് നമുക്ക് അവിടെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് സ്വാഭാവികമായിട്ടും ഒരു ബോൾ നേരെ ഇങ്ങോട്ട് എറിഞ്ഞാൽ ഇതിനിങ്ങനെ കർവ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടല്ലേ അത് വരിക. നമുക്കത് വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഒരു പ്രയാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? ലോജിക്കലി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് ഇവിടെ തട്ടിയിട്ട് അങ്ങോട്ട് പോകില്ലല്ലോ നേരെ വരികയാണെങ്കിൽ, കാരണം ഇത് ഇങ്ങനെയല്ലേ കർവ് കിടക്കുന്നത്. നമുക്ക് മറ്റൊരു റേ ഓഫ് ലൈറ്റ് നോക്കുക. ഇതിലെ ഇങ്ങനെ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും പാസ് ചെയ്യുന്നത് ഇതേ പോയിന്റ് കൂടെ തന്നെയാണ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നോക്കൂ, മറ്റൊരു റേ ഓഫ് ലൈറ്റ് ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്തു, അതും റിഫ്ലക്ഷന് ശേഷം പാസ് ചെയ്യുന്നത് നോക്കൂ സെയിം പോയിന്റിലൂടെ. ആൻഡ് ദിസ് കോമൺ പോയിന്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് പ്രിൻസിപ്പൽ ഫോക്കസ് നോർമലി റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ F. ഇതാരാണ്? പോൾ. ഈ പോളും പ്രിൻസിപ്പൽ ഫോക്കസും നമ്മൾ ഈ ഡിസ്റ്റൻസ് ഇല്ലേ, ദാറ്റ് ഈസ് കോൾഡ് ഫോക്കൽ ലെങ്ത്. അതിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഫോക്കൽ ലെങ്ത്. ഓക്കെ, നൗ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത് കോൺകേവ് മിററിൻ്റെ കേസാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ഞാൻ പാരലൽ ലൈറ്റ് റേസ് മാത്രമല്ല സംസാരിക്കുന്ന ഒരു കാര്യം കൂടി പറയാൻ പോകാം.
parallel light rays close to principal axis. Parallel light rays close to principal axis after reflection converge to a common point എന്നാണ്. നോക്കൂ, പാരലൽ ലൈറ്റ് റേസ് ക്ലോസ് ടു പ്രിൻസിപ്പൽ ആക്സിസിനോട് ചേർന്നിട്ട് എന്ന് വെച്ചാൽ എന്താ, ഇതിലൂടെ വരുന്ന ലൈറ്റ് റേ ഉണ്ടോ, അത് ഏത് കൂടെ പോവില്ല, അത് ഫോക്കസ് കൂടെ അല്ല പോവുക. ഇതിലൂടെ വരുന്ന ഈ ലൈറ്റ് റേക്ക് വിളിക്കുന്ന പേരെന്താ അറിയോ, ഇതിനൊക്കെ വിളിക്കുന്നത് മാർജിനൽ റേസ് എന്നാണ്. മാർജിനൽ അല്ലേ, ആ പേരിലുണ്ട് മാർജിനിലൂടെ, എഡ്ജിലൂടെ, അതിൻ്റെ ബോർഡറിലൂടെ മാർജിനൽ ലൈറ്റ് റേസ് ആണ്. അത് മാർജിനൽ ലൈറ്റ് റേസ് റിഫ്ലക്ഷന് ശേഷം എന്ത് കൂടെ പോവില്ല, ഫോക്കസ് കൂടെ പോവില്ല. അപ്പോൾ പാരലൽ ലൈറ്റ് റേസ് ക്ലോസ് ടു പ്രിൻസിപ്പൽ ആക്സിസ്, അവർക്കൊരു പേരുണ്ട്, അവരെയാണ് നമ്മൾ പാരാക്സിയൽ റേസ് എന്ന് വിളിക്കുന്നത്. പാരാക്സിയൽ റേസ്. Paraxial rays after reflection from a concave mirror converge to a common point, and this common point is called the principal focus. ഓക്കെ, നോക്കൂ, ഇനി അതുകൊണ്ട് തന്നെ ഇത് കൺവേർജ് ചെയ്യുക ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ എന്ത് വിളിക്കും, കൺവേർജിങ് മിറർ എന്നും കൂടെ വിളിക്കും. കൺവേർജിങ് മിറർ. അപ്പോൾ കൺവേർജിങ് മിറർ എന്ന് പറയുന്നത് ആരാണ്, കോൺകേവ് മിറർ ആണ്. ഇറ്റ് ഈസ് കോൺകേവ് മിറർ. പാരാക്സിയൽ റേസ് എന്ന് പറഞ്ഞാൽ പാരലൽ ലൈറ്റ് റേസ് ക്ലോസ് ടു പ്രിൻസിപ്പൽ ആക്സിസ്, അല്ലെങ്കിൽ പാരലൽ ലൈറ്റ് റേസ് വിച്ച് മേക്സ് സ്മോൾ ആംഗിൾ ടു പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ് ഒരു ചെറിയ ആംഗിൾ ഉണ്ടാക്കുന്നു, അതിനെ നമ്മൾ പാരാക്സിയൽ റേസ് എന്ന് വിളിക്കുക. പാരലൽ ലൈറ്റ് റേസ് ക്ലോസ് ടു പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, നൗ നമുക്ക് കോൺവെക്സ് മിറർ നോക്കാം. ദിസ് ഈസ് കോൺവെക്സ് മിറർ ഫോക്കസ്. ഓക്കെ, നോക്കൂ, പാരലൽ ലൈറ്റ് റേ വന്നാൽ നിങ്ങൾക്കറിയാം ഇല്ലേ, ഇങ്ങനെ ഒരു ബോൾ നമ്മൾ ഇവിടെ എറിഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങോട്ടാണ് പോവുക, ഇതിലെങ്ങോട്ടല്ലേ പോവുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു ലൈക്ക് ദിസ്. വേറൊരു റേ ഓഫ് ലൈറ്റ് നോക്കൂ, ഇതാ ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്തു. അതും നോക്കും, നമ്മൾ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഇതാണ് ആദ്യം വരയ്ക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഞാൻ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താൽ, ഡ്രോയിങ്ങിൻ്റെ എളുപ്പത്തിനുണ്ട്, ഞാൻ ചെയ്യാൻ പാടില്ല, കൺസെപ്റ്റ് തെറ്റാണ്. പാരലൽ ലൈറ്റ് റേ നേരെ ഇങ്ങോട്ട് വരയ്ക്കരുത്, ഇത് വരച്ചതിന് ശേഷമാണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഡയഗ്രാം തെറ്റാതിരിക്കാൻ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പാരലൽ ലൈറ്റ് റേസ് ക്ലോസ് ടു പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ അവർ ഡൈവേർജ് ചെയ്താൽ പോകുന്നത്. ഡൈവേർജ് ചെയ്തിട്ട് അറിയാം നിങ്ങൾക്ക് അല്ലേ, ഡൈവേർജ്. അപ്പോൾ ഇവർ കൂട്ടിമുട്ടോ ഇല്ല. അപ്പോൾ നമ്മൾ അതിനെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത്, അപ്പോൾ ഒരു കോമൺ പോയിന്റ് ആണ് വരുന്നത്. എന്ന് വെച്ചാൽ ഈ ഡൈവേർജ് ചെയ്ത് പോകുന്ന ഈ ലൈറ്റ് റേസ് ഒക്കെ കണ്ടാൽ നമുക്ക് എന്താ തോന്നുക, ഇതൊക്കെ ഏതോ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നത് അല്ലേ. ഇതൊക്കെ വരുന്നത് എന്താ, ഇവിടെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വിചാരിക്കുന്നത് എന്താ, ഈ ലൈറ്റ് റേസും ഒക്കെ വരുന്നത് ഒരൊറ്റ പോയിന്റ് നിന്നാണ്. ആൻഡ് ദാറ്റ് കോമൺ പോയിന്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് മിറർ. ദിസ് ഈസ് പോൾ. എഗെയിൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പോളും ഫോക്കസും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് ഫോക്കൽ ലെങ്ത്, സ്മോൾ ലെറ്റർ എഫ് ആണ് നമ്മൾ അതിന് സിമ്പിൾ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ഫോക്കൽ. പക്ഷേ ഇതും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്തൊക്കെ, ഒന്ന് കൺവേർജിങ് ആണ്, ഇത് ഡൈവേർജിങ് ആണ്. ആൻഡ് ഹെൻസ് ദിസ് ഈസ് കോൾഡ് ഡൈവേർജിങ് മിറർ. ഇറ്റ് ഈസ് കോൾഡ് ഡൈവേർജിങ് മിറർ എന്ന് വിളിക്കും. മറ്റൊരു ഡിഫറൻസ് എന്താ, ഇവിടെ നോക്കൂ, ഫോക്കസിൽ ലൈറ്റ് റേസ് ശരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് റേസ് ആക്ച്വലി മീറ്റ് അറ്റ് എ പോയിന്റ്. ഇവിടെ ലൈറ്റ് റേസ് ഓൺലി അപ്പിയർ ടു മീറ്റ് അറ്റ് എ പോയിന്റ്. ഇത് ശരിക്കും മീറ്റ് ചെയ്യണില്ല, മീറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുള്ളൂ ഈ കേസിൽ. Therefore നമുക്ക് പറയാവുന്ന കാര്യം, ഇൻ ദിസ് കേസ് ഫോക്കസ് ഈസ് വെർച്വൽ. ഇത് വെർച്വൽ ഫോക്കസ് ആണ്, വെർച്വൽ ആണത്, വെർച്വൽ. ഇത് റിയൽ ആണ്. ലൈറ്റ് റേസ് ശരിക്കും മീറ്റ് ചെയ്തത്, അത് റിയലാണ്, ഇത് വെർച്വലാണ്. അപ്പോൾ എന്തൊക്കെ പോയിന്റ് നമ്മൾ സംസാരിച്ചു, പ്രിൻസിപ്പൽ ഫോക്കസിൻ്റെ ഡെഫിനിഷൻ രണ്ടും നമ്മൾ സംസാരിച്ചു. അതിൽ ഒന്ന് ഡൈവേർജിങ് മിററാണ്, മറ്റത് കൺവേർജിങ് മിററാണ്. ഫോക്കസ്, ഫോക്കൽ ലെങ്ത്, അതിന് നമുക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. നോക്കൂ, light rays parallel and close to principal axis, which are called paraxial rays, after reflection from a concave mirror converge to a common point. Reflection from a concave mirror converge to a common point on the principal axis. This point is called the principal focus of a concave mirror or a converging mirror. ഇയാളെ പറ്റിയാണ് സംസാരിച്ചത്, ഇതിനെപ്പറ്റി പറഞ്ഞില്ല. നിങ്ങൾക്ക് ഡെഫിനിഷൻ മനസ്സിലായോ? കോൺകേവ് മിററിൻ്റെ ഡെഫിനിഷനാണ് ഇപ്പോൾ സംസാരിച്ചത്. നൗ സി ദ ഡെഫിനിഷൻ ഓഫ് principal focus of a convex mirror. Light rays parallel and close to principal axis after reflection from a convex mirror appear to diverge from a common point.
ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്. നമ്മൾ കണ്ടു, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദിസ് പോയിന്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് മിറർ, അതർവൈസ് കോൾഡ് ഡൈവേർജിങ് മിറർ. ഡൈവേർജിങ് മിറർ വ്യക്തമല്ലേ? ഡൈവേർജിങ് മിറർ. എന്താണ് ഫോക്കൽ ലെങ്ത് എന്നുള്ളതെന്ന് പറഞ്ഞു. ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് ഇറ്റ് ഈസ് ദിസ് ഈസ് ദ ഫോക്കൽ ലെങ്ത്. അതിന് ഇവിടെയും ഫോക്കസും അതുപോലെ പോളും തമ്മിലുള്ള ഈ സെപ്പറേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോക്കൽ ലെങ്ത് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഫോക്കൽ ലെങ്ത്. ഓക്കെ, ഞാൻ ഈ ഇന്നത്തെ സെഷൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒന്ന് റിയലാണ്, വെർച്വലാണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. വളരെ കുറച്ച് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ കേട്ടോ, വളരെ കുറച്ച്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് അല്ലേ, അപ്പോൾ കുറേശ്ശെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അത് നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങളത് എല്ലാം കൂടെ പെൻഡിങ് ആയിട്ട് ഒരു ദിവസത്തെ പണിയുള്ളൂ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു എടുക്കുന്ന റിസ്ക് ശരിക്ക് വേസ്റ്റ് ആകും എന്നുള്ളതും കൂടെ നിങ്ങൾ അറിയിക്കണം. നന്നായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, വരച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒന്നും അറിയാത്ത ഒരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്ന പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആയി നമ്മൾ മുന്നോട്ടാണ് പോയി കഴിഞ്ഞാൽ പിന്നെ ആദ്യം പറഞ്ഞതൊക്കെ അറിയുന്നവരോട് സംസാരിക്കുന്ന പോലെയാണ് പിന്നെ ഞാൻ സംസാരിക്കുന്നത്. താങ്ക് യു.